ബിഗ് ബോസ് സീസൺ 6 മലയാളം. സോ ടുഡേ ഇന്ന് വന്നിട്ട് ശ്രീതുവിൻ്റെ പേരൻസും അർജുൻ്റെ പേരൻസും വന്നു. അർജുൻ്റെ പേരൻസ് അടിപൊളിയായിരുന്നു, ചേച്ചിയൊക്കെ വൈബ് സെറ്റ്. ശ്രീതുവിൻ്റെ മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് വളരെ കറക്റ്റാണ്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും മറ്റുള്ള കുട്ടികൾക്ക് അത് ബാധിക്കുന്നു. ഇവരുടെ മകളെ ഇവർ സംസാരിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ കുട്ടിയുടെ ബിഹേവിയർ ഫ്യൂച്ചറിൽ മാറാം. അത് കണ്ടിട്ട് മറ്റുള്ളവർ ഡൗൺ ആകാം. അതുമാത്രമല്ല, അവർ മറ്റുള്ള ആരോടും തന്നെ മിങ്കിളായിട്ടില്ല. അവരുടെ മകളെ വിളിച്ച് ഒരിടത്ത് കൊണ്ടിരുത്തി പറയാനുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കണം. അത് നമ്മളുടെ വീടല്ല. നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ വീട് തൊട്ട് വരുന്നതിന് മുന്നേ പറഞ്ഞു വിടാം. ഒരു ചെറിയ ഹിൻ്റൊക്കെ കൊടുത്തിട്ട് മാറി മറ്റുള്ളവരെയും കൂടെ എൻകറേജ് ചെയ്യണം. അവർ ഭയങ്കര സെൽഫ് സെൻറ്റേഡായിട്ട് ഭയങ്കര സെൽഫിഷായിട്ടാണ് ബിഹേവ് ചെയ്തത്. എനിക്ക് അവരുടെ ബിഹേവിയർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവരുടെ ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ ഓരോ പവർ റൂമില്ല പീപ്പിൾസ് റൂമിലും ഗാർഡനിലും അവിടെ എവിടെയും മാറ്റി അവസാനം പോകുന്നതിന് മുന്നേ വരെ ജിൻഡോയോട് പോയിട്ട് മോളെ ഉപദേശിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ശ്രീധുവിന് ഇത്ര നാളും ഉണ്ടായിരുന്ന ഒരു നല്ല പേര് അവരായിട്ട് ഇല്ലാതാക്കി. ശ്രീധുവിൻ്റെ പേരിൽ ആർക്കും ഒരു കംപ്ലൈൻറ്റോ ഒരു ഇഷ്യൂവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ കാരണം എല്ലാവരുടെ മനസ്സിലും ഒരു ചെറിയ എന്താ പറയുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഒരു ചെറിയ നിരാശ ഉണ്ടാക്കിയിട്ടാണ് അവർ പോയത്. അതായത് നമ്മുടെ കുട്ടികളോടുള്ള കാണിക്കുന്ന ഓവർ കൺസേൺ മറ്റുള്ള ആളുകൾക്കത് ഇറിറ്റേറ്റായി തോന്നും. നമുക്ക് നമ്മുടെ കുട്ടികളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലുത്. പക്ഷേ അവരുടെ പ്ലസ് മറ്റുള്ളവരോട് നമ്മൾ ഘോരം പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ ഓവർ കൺസേൺ ആകുമ്പോഴോ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാണിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് ഇറിറ്റേറ്റിംഗ് ആണെന്നുള്ളത് ആ സ്ത്രീ മറന്നുപോയി. അതാണ് അവർ ചെയ്തൊരു തെറ്റ്. അവർ ഈ വെളിയിലൊക്കെ താമസിച്ചിട്ട് അവർ കുറച്ചുകൂടെ ഒരു നല്ല ബിഹേവിയർ കാണിക്കായിരുന്നു. അവർ മറ്റുള്ള ആർക്കും മര്യാദയ്ക്ക് ഫേസ് പോലും കൊടുത്തില്ല, ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കുന്നിടം വരെ. അത് കഴിഞ്ഞ് അവർ വന്ന് അവർ മാക്സിമം ശ്രമിച്ചു. പക്ഷേ അവരുടെ ഒരു നേച്ചർ ഉണ്ടല്ലോ, ബേസിക് നേച്ചർ അൻസിബയുടെ ചേച്ചി പോലെയായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അൻസിബയാണ്. പിന്നെ ടാസ്കിൽ ഇന്ന് അൻസിബ കാണിച്ചത് ഭയങ്കര ഫണ്ണായിരുന്നു. അൻസിബയ്ക്ക് എല്ലാത്തിനോടും വിരക്തിയാണ്. മറ്റുള്ള ആളുകൾ കളിക്കുന്നത് കണ്ടാലോ പാടുന്നത് കണ്ടാലോ അവർ ചിരിക്കുന്നത് കണ്ടാലോ തമാശ ഉണ്ടാക്കുന്നത് കണ്ടാലോ എല്ലാം അൻസിബയ്ക്കെല്ലാം മടുത്തിരിക്കുകയാണ്. വിരക്തിയാണ്. ഈ ലോകത്തിനോട് തന്നെ അൻസിബയ്ക്ക് വിരക്തിയാണ്. അത് അഹങ്കാരമോ പുച്ഛമോ അൻസിബയ്ക്ക് എന്തോ ഒരു വിരക്തിയാണ് ലോകത്തുള്ള എല്ലാത്തിനോടും. അൻസിബ പാട്ട് പാടുമ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം. അൻസിബ ഈ ഐലൈനർ ഇടുന്നതിനെക്കുറിച്ചും മേക്കപ്പ് ഇടുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടു. സോ അതെല്ലാം നമ്മൾക്കാകാം, മറ്റുള്ളവർക്ക് പാടില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അൻസിബയുടേത്. അൻസിബയ്ക്ക് പിന്നെ കുറച്ച് നല്ല പ്രായമുണ്ട്. അൻസിബയുടെ താഴെ എല്ലാവരും അൻസിബയ്ക്ക് ഇപ്പോൾ ഉള്ളതിൽ എല്ലാവരും അൻസിബയെക്കാളും യങ്ങായിട്ടുള്ള ആൾക്കാരാണ്. അൻസിബ ആ മെച്യൂരിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാവരുടെ അടുത്തൊന്നും അത് കിട്ടണമെന്നില്ല. ടാസ്കിൽ എല്ലാവരും നന്നായിട്ട് ചെയ്ത് അൻസിബ മാത്രം ഡയറക്ടർ ആരെങ്കിലുമൊക്കെ അൻസിബ വിളിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിച്ചിട്ട് വിളിക്കണം. കാരണം അൻസിബ സ്ലോ മോഷൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അൻസിബയ്ക്ക് ഫാസ്റ്റ് ഒന്നും പറ്റില്ല, നോർമൽ മോഡും പറ്റില്ല. ഇങ്ങനെ പതുക്കെ പോകണം അൻസിബയ്ക്ക്. അങ്ങനെ അൻസിബയ്ക്ക് പറ്റുള്ളൂ. അതാണ് ശരി. ഇന്നലെ ഋഷിയുടെ പേരൻസും അൻസിബയുടെ പേരൻസും പോയി കഴിഞ്ഞ് ഋഷി അൻസിബയെ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടു. ഉപദേശിച്ച പേരൻസ് ആരായി? ഋഷിയെ അൻസിബയെ ഉപദേശിച്ചു പോയ പേരൻസിന് ഒരു ശകലം പോലും വാല്യൂ കൊടുക്കാതാണ് അവർ സംസാരിച്ചത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളിനെ പോയി കെട്ടിപ്പിടിച്ചു, നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു. അത് അവരോട് ദേഷ്യമില്ലാഞ്ഞിട്ടല്ല, നമ്മൾക്കില്ലാതാകണമെന്നില്ലല്ലോ. നാം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇത്രയൊക്കെ പ്രായമായില്ലേ. ഋഷിക്ക് 10-29 വയസ്സായി, അൻസിബയ്ക്ക് ഏകദേശം അതിന് മേളി പ്രായം കാണും. അപ്പോൾ അവരെല്ലാം ഫോം ആയിക്കഴിഞ്ഞു. ഇനി ഒന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല, കതിരെ കൊണ്ട് വെള്ളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെയാണ് അൻസിബ. പിന്നെ സായി ഇന്ന് ഇത് ഫിനാലെ ടാസ്ക് അല്ല എന്നറിഞ്ഞപ്പോൾ സായി കുറച്ച് പുറകോട്ട് മാറി. അത്ര വലിയൊരു ഇതൊന്നും കൊടുത്ത് സായി നിന്നില്ല. സിജു ആണെങ്കിലും കുറച്ച് ലീഷറായിട്ട് നിന്നു. കാരണം ഇത് ഫിനാലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ബോണസ് പോയിൻ്റ് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ആസ് യൂഷ്വൽ നോർമൽ ടാസ്ക് തന്നെ നന്നായിട്ട് കളിച്ചു. പേരൻസ് എല്ലാം വന്നു. അർജുൻ്റെ പേരൻസ് പിന്നെയും പറയണം, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ജിൻഡോയെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ജിൻഡോയ്ക്ക് എല്ലാവരോടും സംസാരിക്കും. ജിൻഡോയ്ക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള ആരുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ജിൻഡോയ്ക്ക് അവിടെ ഉള്ളത്. പക്ഷേ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജാസ്മിൻ നന്നായിട്ട് ടാസ്ക് ചെയ്യുമ്പം ജാസ്മിൻ മടിയൊന്നും കാണിക്കാറില്ല, ചെയ്യുന്നുണ്ട്. ബാക്കി അഭിഷേക് നന്നായിട്ട് ചെയ്തു.
പിന്നെ വേറെ ആരാ, അർജുൻ അടിപൊളിയായിട്ട് ചെയ്തു. ഋഷി ജഡ്ജ്മെൻറ്റിലെ പുറകിൽ പോയി നിൽക്കുകയായിരുന്നു. ഋഷിയെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, കാരണം സ്വന്തമായിട്ടൊരു അഭിപ്രായം ഒന്നുമില്ല. എല്ലാം ശരിയാണ്, അതെനിക്കറിയാം, അത് ശരിയാണ്. ഇത് മാത്രമാണ് ഋഷിയുടെ ഡയലോഗ്. ഋഷി എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഋഷിയുടെ നേരെ എന്തെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഋഷി ലോകം രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ കൈ തരും. അതുവരെ ഋഷിക്ക് പ്രശ്നമില്ല. ഋഷി പറയുന്നതിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പം ഋഷിയുടെ മുടി വെട്ടിക്കഴിഞ്ഞാൽ തലയ്ക്കകത്ത് വെളിച്ചം കയറുമെന്ന് അറിയത്തില്ല. അത്രയ്ക്കും ഒരു സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിയില്ലാത്ത, സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ഒരാൾ. പിന്നെ നന്ദന അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ബ്രില്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ യങ്ങായിട്ടുള്ള വെരി യങ് ഷീസ്, അതിൻ്റേതായ ഒരു അത്. പക്ഷേ ടാസ്ക് പിന്നെ അവളെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പ്രശ്നമില്ലാതെ ക്യാപ്റ്റൻസി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നോക്കാം.